കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ സമീപകാലത്തുണ്ടായ ഏറ്റവും വലിയ വിവാദങ്ങളിൽ ഒന്നാണ് ശബരിമല അയ്യപ്പ ക്ഷേത്രത്തിലെ സ്വർണം കടത്തിയെന്ന് ആരോപിക്കപ്പെടുന്ന ശബരിമല സ്വർണ്ണക്കൊള്ള കേസ്. തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് പുറത്തുവന്ന ഈ വിവാദം ഭരണകക്ഷിയായ CPM-നെ പ്രതിരോധത്തിലാക്കിയിരുന്നു. തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ പുറത്തു വന്നതോടെ ഈ വിവാദം പാർട്ടിക്കുണ്ടാക്കിയ ആഘാതവും അതിനെ മറികടക്കാൻ CPM സ്വീകരിക്കുന്ന പുതിയ അടവുകളും കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചയാവുകയാണ്. ശബരിമലയിലെ സ്വർണ്ണാഭരണങ്ങളുടെയും സ്വർണത്തിന്റെ ഉടമസ്ഥതയിലുള്ള കണക്കുകളിലെയും പൊരുത്തക്കേടുകളാണ് സ്വർണ്ണക്കൊള്ള കേസിലേക്ക് നയിച്ചത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റും CPM നേതാവുമായ പത്മകുമാർ അടക്കമുള്ളവർക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉയരുകയും അന്വേഷണം പ്രഖ്യാപിക്കപ്പെടുകയും ചെയ്തു. തദ്ദേശ തിരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ UDF-ഉം BJP-യും ഈ വിഷയം ആയുധമാക്കി. ശബരിമലയെയും ഭക്തരെയും കമ്മ്യൂണിസ്റ്റ് സർക്കാർ വഞ്ചിച്ചുവെന്ന രീതിയിലുള്ള പ്രചാരണം വിശ്വാസി സമൂഹത്തിനിടയിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ കാരണമായെന്ന് രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നു. ഡിസംബർ അവസാന വാരം നടന്ന CPM സംസ്ഥാന സമിതിയിൽ തദ്ദേശ തിരഞ്ഞെടുപ്പ് ഫലങ്ങളെക്കുറിച്ച് ഗൗരവകരമായ ചർച്ചകളും നടന്നു. ഭരണവിരുദ്ധ വികാരം സംസ്ഥാനത്തില്ലെന്ന് പാർട്ടി ഔദ്യോഗികമായി പറയുമ്പോഴും ശബരിമല വിവാദം തിരിച്ചടിയായെന്ന് സമിതിയിൽ വിമർശനം ഉയർന്നു. സ്വർണ്ണക്കൊള്ള കേസിൽ ആരോപണ വിധേയനായ പത്മകുമാറിനെതിരെ കൃത്യസമയത്ത് നടപടി എടുക്കാത്തത് ജനങ്ങൾക്കിടയിൽ തെറ്റായ സന്ദേശം നൽകിയെന്ന് സമിതിയിൽ അഭിപ്രായമുയർന്നു.